ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. മൂവാറ്റുപുഴയിൽ ബാറിന് സമീപം മർദ്ദനമേറ്റ് യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി BJP രംഗത്ത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് യുവാവിനെ തലക്കടിച്ചു വീഴ്ത്തി കൊല ചെയ്ത സംഭവത്തിൽ മൂവാറ്റുപുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൗൺസിലറിന്റെ ബന്ധു അടക്കമുള്ള ഡിവൈഎഫ്ഐ എസ്എഫ്ഐ ബ്ലോക്ക് ഏരിയ കമ്മിറ്റി നേതാക്കൾ കുറ്റക്കാരാണെന്നും കഴിഞ്ഞ കുറെ കാലങ്ങളായി മൂവാറ്റുപുഴ CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് ക്രിമിനലുകളുടെ താവളമായി മാറി ലഹരി മദ്യമയക്കുമരുന്ന് സംഘങ്ങൾക്കും സ്ഥലത്തെ സമ്പന്നരായിട്ടുള്ള മുതലാളിമാർക്കും വേണ്ടി സാധാരണക്കാരായുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി അവരുടെ സ്വത്തുവകകൾ അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് കൈക്കലാക്കുകയും ചെയ്യുന്നു എന്നും BJP ആരോപിച്ചു. 3 പ്രതികളെയാണ് അവർക്ക് CCTVയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അവർ പറഞ്ഞിട്ടുള്ളത്, പോലീസ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിട്ടുള്ള CCTVയിൽ 3 പേര് ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ജനതാ ബാറിൽ നിന്നും കിട്ടിയിട്ടുള്ള CCTVയിൽ അതിൽ കൂടുതൽ ആളുകൾ ആ ഭാഗത്ത് നിൽക്കുന്നതായിട്ടും ഈ ഇതുണ്ടാകുന്ന ഈ കൊലപാതകം ഉണ്ടാകുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് ഓടി പോകുന്നതായിട്ടും കാണാനുള്ളത് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഇതിനു മുമ്പും ഇവിടെയുള്ള പല രാഷ്ട്രീയ കക്ഷികളിൽ പെട്ടിട്ടുള്ള ആളുകളെ, ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന മൂവാറ്റുപുഴയിൽ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളെ അവരെ ആശയപരമായി നേരിടാതെ കായികപരമായി നേരിട്ട് അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ആളുകൾ ഉണ്ട്. അപ്പോൾ ആ ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും അവരെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതായിരിക്കും. പ്രസ്ഥാനങ്ങളെ ആശയപരമായി നേരിടാൻ കഴിയാതെ കയ്യൂക്കിന്റെ ബലത്തിൽ അവരെ ആക്രമിക്കുകയും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രതിഷേധം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉള്ള നേതാക്കന്മാരെ ആക്രമിക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്ത ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്നു. ആശുപത്രിയിലെയും സംഭവം നടന്ന ഹോട്ടലിന്റെയും സമീപ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് മൂവാറ്റുപുഴയിലെ CPIM ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ക്രിമിനൽ സംഘത്തിലെ അംഗങ്ങളായിട്ടുള്ള ഡിവൈഎഫ്ഐ SFI നേതാക്കളുടെ ചിത്രങ്ങളാണ്. അതുകൊണ്ട് ഈ ആൾക്കൂട്ട കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കണമെന്നും ഈ കേസ് ഭരണസ്വാധീനം ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്നും BJP മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ P. മോഹൻ അറിയിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.